അതായത് ഒരാൾ അയാളുടെ ജീവിതം എങ്ങനെ ജീവിക്കണം. കാരണം ഓരോരുത്തരും അവനവൻ്റെ ജീവനുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് കൊണ്ടുപോകുന്നതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇപ്പോൾ ചില ആൾക്കാർ അയാൾ ഹിന്ദു ആണെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവർ മുസ്ലിം ആണെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവർ ക്രിസ്ത്യാനിയാണെന്ന് പറയുന്നത്. സംഭവിക്കുന്നത് എന്താ, അവർ ജീവിക്കുന്ന അവസ്ഥ ഇങ്ങനെയാണെന്നുള്ളൊരു പാറ്റേൺ അവർ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ അവരെ ഇങ്ങനെയുള്ള പല പേരുകൾ വിളിക്കണം. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർ പോലും ഞാൻ ഇന്നതാണെന്ന് ധരിച്ചു വെച്ചിരിക്കണം. പക്ഷെ നമ്മളിതിലേക്കെല്ലാം കോമൺ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവരെല്ലാവരും ചെയ്യുന്ന ചില കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവരുടെ ജീവിതം അല്ലെങ്കിൽ ഇപ്പം അവർ നിലനിൽക്കുന്ന അവസ്ഥയെ നിർണ്ണയിക്കുന്നത്. പക്ഷേ ഇതുമായിട്ടൊരു വ്യക്തിക്ക് ബന്ധമില്ല. അപ്പോൾ ഒരാൾ അമേരിക്കൻ പ്രസിഡൻ്റാണെന്ന് അയാൾക്ക് തോന്നുന്നത്, കാരണം അയാൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് വെച്ചിട്ട് അയാൾ അമേരിക്കൻ പ്രസിഡൻ്റായി. അല്ലെങ്കിൽ ഒരാൾ കള്ളനാണ്. ഇതെല്ലാം നമുക്ക് മറ്റുള്ളവർ ജീവിക്കുന്ന അവസ്ഥയെ നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നൊരു ഭാഗമാണ്. എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ കൺക്ലൂഡ് ചെയ്യുന്നത്? കാരണം നമ്മൾ ജീവിക്കുന്നതും നമ്മൾ ചെയ്ത പ്രവൃത്തി, അല്ലെങ്കിൽ ഞാൻ ഷാഫി എന്നുള്ളിടത്തു നിന്നാണ് നമ്മളുടെയും തുടക്കം, അല്ലെങ്കിൽ ഞാനൊരു മുസ്ലിമാണ്, ഒരു ഇന്ത്യക്കാരനാണെന്നുള്ള ഭാഗത്തു നിന്നാണ് എൻ്റെയും തുടക്കം. അതുകൊണ്ടാണ് നമുക്ക് പട്ടിയും പൂച്ചയും പോലെ മനുഷ്യന്മാരെയും പല വ്യത്യാസങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. മറിച്ച് നമ്മൾ നിലനിൽക്കുന്ന അവസ്ഥ, ഞാൻ ശ്വാസം എടുക്കണം, അല്ലെങ്കിൽ ഞാൻ ഭക്ഷണം കഴിക്കണം, ഞാൻ വെള്ളം കുടിക്കണം, ഇതിനെന്തെങ്കിലും ജാതിയോ മതമോ ഉണ്ടോ? അപ്പോൾ ഇതല്ലേ ഒരു മനുഷ്യനെ നിലനിർത്തുന്നത്. അപ്പോൾ ഈ ബന്ധമില്ലാത്ത ആൾക്കാർ, അതായത് ഇതിങ്ങനെയാണെന്ന് അറിഞ്ഞിട്ടും ഉറങ്ങിക്കിടക്കുന്ന ആൾക്കാർ, അവരോട് നമ്മൾ ഈ ജീവിതത്തിനെ പറ്റി പറഞ്ഞിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനമില്ല. കാരണം അവർ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെയാണ് അവരവരെ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. അതുപോലെ മറ്റുള്ളവരെയും അവരുടെ പ്രവൃത്തി വെച്ച് അവരുടെ വിധി പോലും ഇവരാണ് തീരുമാനിക്കുന്നത്. മറിച്ച് എല്ലാവരും നിലനിൽക്കുന്ന അവസ്ഥ എല്ലാവർക്കും ഒരുപോലെയല്ലേ? പട്ടിയും പൂച്ചയും അവരുടെ ജീവിതം ജീവിക്കുന്നത് വെച്ചിട്ട് മനുഷ്യനാണ് അതിന് പട്ടി പൂച്ച എന്ന് പേരിട്ട്. പക്ഷെ ജീവിക്കുന്ന അവസ്ഥയിൽ കഴുതയും കുതിരയും എല്ലാം ഒരുപോലെ തന്നെയല്ലേ? നമ്മുടെ തോന്നലെന്ന് പറഞ്ഞാൽ എന്താ, അതിനെപ്പറ്റി നമ്മൾ പഠിച്ച് അതിൻ്റെ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു ബിഹേവിയർ നമ്മൾ പഠിച്ചിട്ട് നമ്മൾ തീരുമാനം എടുക്കുകയാണ്. ഏതെങ്കിലും കഴുതക്കറിയോ ഞാൻ കഴുതയാണെന്ന്? ഏതെങ്കിലും കുതിരക്കറിയോ ഞാൻ കുതിരയാണെന്ന്? ഇല്ല, ഒരിക്കലും ഇല്ല. അപ്പോൾ ഹിന്ദുവായിട്ടും മുസ്ലിമായിട്ടും ക്രിസ്ത്യാനിയായിട്ടും ഇരിക്കുന്നവനെ സംബന്ധിച്ച് അവന് പോലും അറിയില്ല എന്തിനാണ് അങ്ങനെ ഇരിക്കുന്നതെന്ന്. കാരണം അവൻ്റെ ജീവിതം മെച്ചപ്പെടുത്താനാണെന്നാണ് പറയുന്നത്. പക്ഷെ അവൻ്റെ ജീവിതം മെച്ചപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്താ? ഏതൊരു വ്യക്തിയുടെയും ജീവിതം മെച്ചപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്താ? കഴിക്കുന്ന ഭക്ഷണം നന്നായിട്ട് ചവച്ചരക്ക് കഴിക്കുക, കുടിക്കുന്ന വെള്ളം കുടിക്കുക, അല്ലേ? അല്ലാതെ എവിടെയോ ഇരുന്നൊരു ദൈവത്തിന് വേണ്ടിയിട്ട് ആ ദൈവം ഇന്ന് വരെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്തോ? അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, നമ്മൾ ഈ ശരീരം കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളെ ശ്രദ്ധിച്ച് ചെയ്യാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ അവിടെയല്ലേ. കാരണം ഇത് നമ്മളായിട്ടുണ്ടാക്കി ഒന്നും ഇതിലില്ല. അപ്പോൾ ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയെ നമുക്ക് ആ സീറോയിൽ നിന്ന് തിരിച്ചറിഞ്ഞാൽ, അല്ലാതെ ഹിന്ദുവായിട്ട് ആർക്കെങ്കിലും ആരെയും തിരിച്ചറിയാൻ പറ്റും, മുസ്ലിമായിട്ട് പറ്റും? ഇല്ല, പറ്റില്ല. ഇത് പ്രവർത്തിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാത്രമേ തിരിച്ചറിവുള്ളൂ. അതെല്ലാവരിലും ഒരുപോലെയാണ് പ്രവർത്തിക്കുന്നത്. ഒരാളുടെയും ഒന്നും കട്ടെടുക്കുകയോ മോഷ്ടിക്കുകയോ ചതിക്കുകയോ വഞ്ചിക്കുകയോ ഒന്നിൻ്റെയും ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ അവസ്ഥയുമായിട്ട് ചേർന്നിരിക്കാൻ നമുക്ക് എന്താ വേണ്ടത്? ഒരു തിരിച്ചറിവ് മതി. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ കൂടെയുള്ളവർക്കും അതാണ് ആവശ്യമെങ്കിൽ അതല്ലേ കൂടെയുള്ളവർ. ഇത് എന്തെല്ലാം പാട് മനുഷ്യൻ പെടുന്നത്. അതും അവൻ്റെ പേര് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ പാടുപെടേണ്ടതുള്ളൂ. മറ്റുള്ളവരുടെ മുന്നിൽ ഒരു നല്ലതാവാൻ വേണ്ടി മാത്രമേ കഷ്ടപ്പെടേണ്ടതുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ നല്ലതല്ലേ? നല്ലതായതുകൊണ്ടല്ലേ ഇത് പ്രവർത്തിക്കുന്നത്. ഞാൻ സംസാരിക്കുന്നതും നിങ്ങൾ കേൾക്കുന്നതും എല്ലാം നല്ലതായതുകൊണ്ടല്ലേ. പിന്നെ എന്തിനാണ് നന്നായിട്ട് സംസാരിക്കാൻ പറയുന്നത്? സംസാരിച്ചാൽ പോരെ. നന്നായിട്ട് കേൾക്കണം, എന്തിനാണ്? കേട്ടാൽ പോരെ. അപ്പം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈ പൊസിഷനാണ്. ആ പൊസിഷൻ നമുക്ക് കിട്ടണമെങ്കിൽ ഈ പറയുന്ന മതത്തിൻ്റെയും ജാതിയുടെയും രാജ്യത്തിൻ്റെയും പേരിൽ ഒരിക്കലും ഈ പൊസിഷൻ അപ്ലിക്കബിൾ ആവില്ല. കാരണം ഇതിൻ്റെ അപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നത് ലൈഫിനെ ബേസ് ചെയ്തിട്ടാണ്.
അപ്പോൾ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഇതിൽ നിന്ന് നമുക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം. ഒരു രോമം വേണമെങ്കിലും എടുക്കാം, അതിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് തുടങ്ങാം. ഇനി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളാണെങ്കിലും ആരാണ് ചെയ്യുന്നത്, എന്തിനാണ് ചെയ്യുന്നത് എന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ സ്പോട്ട് ഓപ്പണിങ്ങാണ്.